ഹലോ ഡിയേഴ്സ്, ക്ലാസ് 4 മാത്സിലെ ലാസ്റ്റ് ലെസൺ പിക്ചേഴ്സ് ടെൽ എ ടെൽ, ചിത്രങ്ങൾ കഥ പറയുന്നു. ഈ ലെസൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ഫസ്റ്റിൽ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത് അല്ലേ, ചെല്ലക്കാട് അഗ്രി ഫാമിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ഫ്രം ദ പിക്ചർ, ചിത്രം നോക്കിയിട്ട് കണ്ടുപിടിക്കാനാണ്. അപ്പം എന്താണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്? ആനിമൽസിലാണ് കാണുന്നത് അല്ലേ. ഏതൊക്കെ ആനിമൽസ് ഉണ്ട്? ഡോഗ് നായയുണ്ട്, കൗ പശുവുണ്ട്, ഡക്ക് താറാവുണ്ട്, ഹെൻ കോഴിയുണ്ട്, പിന്നെ ബഫലോ എരുമയുണ്ട്, പിന്നെ ഗോട്ട് ആടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അത് നിങ്ങൾ ഇവിടെ എഴുതുക. റൈറ്റ് വാട്ട് ഓൾ തിങ്സ് യു ഫൗണ്ട് ഔട്ട് ഫ്രം ദ പിക്ചർ ഓഫ് ദ അഗ്രി ഫാം. ചിത്രം നോക്കിയിട്ട് നിങ്ങൾ അഗ്രി ഫാമിൽ കണ്ട കാര്യങ്ങൾ എഴുതാനാണ്. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഡോഗ്, കൗ, ഡക്ക്, ഹെൻ, ബഫലോ, ഗോട്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിൽ ഇൻ ദ ടേബിൾ. അഗ്രി ഫാമിൽ നമ്മൾ കണ്ട ആനിമൽസിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് എണ്ണിയിട്ട് ഇവിടെ എഴുതുക. ഡോഗ് എത്ര എണ്ണം ഉള്ളത്? 4 നമ്പേഴ്സ് അല്ലേ. ബഫലോ 7 നമ്പേഴ്സ്, കൗ 5, ഡക്ക് 20, hen 30 നമ്പേഴ്സ്, ഗോട്ട് 22 നമ്പേഴ്സ്. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ ഫില്ല് ചെയ്ത ടേബിൾ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുക. വിച്ച് ആനിമൽ ഈസ് മോർ ഇൻ ദ അഗ്രി ഫാം? ഇതിൽ കൂടുതൽ എണ്ണം വരുന്ന ഏതാണ്? ഹെന്നാണ് അല്ലേ. ഇൻ നെക്സ്റ്റ്, വിച്ച് ആർ ദ ആനിമൽസ് മോർ ഇൻ നമ്പർ ദാൻ ദ കൗസ്? പശുവിനേക്കാൾ കൂടുതൽ എണ്ണമുള്ള ജീവികൾ ഇതിൽ ഏതെല്ലാം? കൗ 5 നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ 5 നമ്പേഴ്സ്, പശുവിനേക്കാൾ കൂടുതൽ എണ്ണമുള്ള എല്ലാം എഴുതാം. ബഫലോ 7 ഉണ്ട് അല്ലേ. അപ്പോൾ ബഫലോ, പിന്നെ ഡക്ക്, ഹെൻ, ഗോട്ട്, ഇതെല്ലാം കൗവിനേക്കാളും കൂടുതൽ എണ്ണം വരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ്, വിച്ച് ആനിമൽ ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ? ഏത് ആനിമലാണ് ഏറ്റവും കുറവുള്ളത്? ഡോഗ് ആണ് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ്? ആകെ ജീവികളുടെ എണ്ണം എത്രയാണ്? എല്ലാം തമ്മിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. എത്രയാണ് വരുന്നത്? 88 നമ്പേഴ്സ് ആണ് അല്ലേ. നെക്സ്റ്റ്, ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീ ദ പിക്ചർ ഓഫ് ചെല്ലക്കാട് സ്കൂൾ. ചെല്ലക്കാട് സ്കൂളിലെ കാഴ്ചകൾ നോക്കൂ നിങ്ങൾ. ദ ടേബിൾ ബിലോ ഷോസ് ഹൗ ദ ചിൽഡ്രൻ കം ടു സ്കൂൾ. കുട്ടികൾ സ്കൂളിൽ വരുന്ന രീതിയാണ് താഴെയുള്ള ഈ പട്ടികയിൽ കാണിച്ചിരിക്കുന്നത്. 1 ഹെഡ് ഐക്കൺ ഡിനോട്ട്സ് 5 സ്റ്റുഡൻസ്. ഇവിടെ ഒരു ഹെഡ് ഐക്കൺ, ഒരു തല, 5 കുട്ടികളെയാണ്, 5 സ്റ്റുഡൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ജീപ്പിൽ, മോഡ് ഓഫ് കൺവെയൻസ്, ജീപ്പിൽ വരുന്ന ഗേൾസ്, പെൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ 5 ഹെഡാണ് ഉള്ളത്. അപ്പോൾ 5 × 5 എത്രയാണ്? 25 ഗേൾസ്, 25 പെൺകുട്ടികളാണ് ജീപ്പിൽ വരുന്നത്. ഇനി ബോയ്സ് എത്രയാണ്? എത്ര ഹെഡാണ് ഇവിടെ ഉള്ളത്? 7 അല്ലേ. അപ്പോൾ 7 × 5 35 ബോയ്സും. അപ്പോൾ എത്രയാണ് ജീപ്പിൽ വരുന്നത്? 25 ഗേൾസ് ആൻഡ് 35 ബോയ്സ്. നെക്സ്റ്റ്, ബസ്സിൽ വരുന്നത് എത്ര ഹെഡാണ് ഉള്ളത്? 15 ഹെഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 15 × 5 75 ഗേൾസ് ആൻഡ് നെക്സ്റ്റ് 12 × 5 60 ഗേൾസ്. നെക്സ്റ്റ്, ഓട്ടോറിക്ഷയിൽ എത്ര ഹെഡാണ് ഉള്ളത്? ഗേൾസ് എത്രയാണ്? 8 അല്ലേ. അപ്പം 8 × 5 40. നെക്സ്റ്റ്, ബോയ്സ് 10 × 5 50 അല്ലേ. നെക്സ്റ്റ്, സ്കൂട്ടറിൽ 5 × 5 25 ഗേൾസ് ആൻഡ് ബോയ്സ് എത്ര ഹെഡാണ് ഉള്ളത്? 7 × 5 35 ബോയ്സ് അല്ലേ. നെക്സ്റ്റ്, സൈക്കിളിൽ 3 ഹെഡാണ് ഉള്ളത്. അപ്പോൾ 3 × 5 15 ഗേൾസ് ആൻഡ് 5 × 5 25 ബോയ്സ്. നെക്സ്റ്റ്, നടന്നു വരുന്നവർ എത്ര കുട്ടികളാണ്? 9 × 5 45 ഗേൾസ് ആൻഡ് 4 × 5 20 ബോയ്സ്. വാട്ട് ഓൾ തിങ്സ് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ഡിഫറെൻറ്റ് മോഡ് ഓഫ് കൺവെൻസിൽ വ്യത്യസ്ത രീതിയിൽ സ്കൂൾ വരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ട് അല്ലേ. ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് യൂസിങ് ഡിഫറെൻറ്റ് മോഡ് ഓഫ് കൺവെൻസ് ടു റീച്ച് ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂൾ. കുറച്ച് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ഗേൾസ് കം ടു സ്കൂൾ ഇൻ ഓട്ടോറിക്ഷ? നിങ്ങൾ ഈ ടേബിൾ നോക്കിയിട്ട് ഓട്ടോറിക്ഷയിൽ വരുന്ന, സ്കൂളിൽ വരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 40 ആണല്ലേ. നെക്സ്റ്റ്, ഹൗ മെനി ബോയ്സ് കം ടു സ്കൂൾ ഇൻ ബൈസൈക്കിൾ? ബൈസൈക്കിളിൽ വരുന്ന ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 25 ആണല്ലേ. നെക്സ്റ്റ്, ഹൗ ഡു മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ കം ടു സ്കൂൾ? കൂടുതൽ കുട്ടികളും സ്കൂളിൽ വരുന്നത് എങ്ങനെയാണ്? ബസ്സിലാണ് അല്ലേ. കൂടുതൽ കുട്ടികൾ വരുന്നത് ബസ്സിലാണ്. 75 ഗേൾസ് ആൻഡ് 60 ബോയ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 135 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ കൂടുതൽ കുട്ടികൾ വരുന്നത് ബസ്സിലാണ്. നെക്സ്റ്റ്, റൈറ്റ് മോർ ക്വസ്റ്റ്യൻ ലൈക്ക് ദീസ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ്. ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ ആൻസറും കണ്ടെത്തുക. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഹൗ മെനി സ്റ്റുഡൻസ് കം ടു സ്കൂൾ ഇൻ ബസ്? ബസ്സിൽ സ്കൂളിൽ വരുന്ന കുട്ടികൾ എത്രയാണ്? 135 അല്ലേ. നെക്സ്റ്റ്, ഹൗ മെനി ബോയ്സ് കം ടു സ്കൂൾ ബൈ സ്കൂട്ടർ? എത്ര ബോയ്സ് ആണ്, ആൺകുട്ടികളാണ് സ്കൂട്ടറിൽ സ്കൂളിൽ വരുന്നത്? എത്രയാണ്? 35 ബോയ്സ് അല്ലേ. ഇതുപോലെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കി എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ടേബിൾ. പട്ടിക പൂരിപ്പിക്കുക. അതായത് മുകളിൽ നമ്മൾ ഹെഡ് നോക്കിയിട്ട് ഹെഡിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്റ്റുഡൻസിൻ്റെ കുട്ടികളുടെ എണ്ണം കണ്ടെത്തി അല്ലേ. അതിവിടെ പൂരിപ്പിക്കാനാണ്. ഗേൾസ് എത്ര കിട്ടിയത്? ജീപ്പിൽ വരുന്ന ഗേൾസ് എത്രയാണ്? 25 ആണ്. ഇനി ബോയ്സ് 35 ആണ്. ടോട്ടൽ അപ്പോൾ എത്രയാണ്? 60 ആണ് അല്ലേ. ജീപ്പിൽ വരുന്ന കുട്ടികൾ 60
സ്റ്റുഡൻസ് ആണ് ജീപ്പിൽ വരുന്നത്. ഇനി ബസ്സിൽ എത്ര ഗേൾസ് ആണ്? 75, ബോയ്സ് 60, ടോട്ടൽ 135. ഓട്ടോറിക്ഷയിൽ 40 ഗേൾസ് ആൻഡ് 50 ബോയ്സ് അല്ലേ, ടോട്ടൽ 90 സ്റ്റുഡൻസ്. നെക്സ്റ്റ് സ്കൂട്ടറിൽ 25 ഗേൾസ് ആൻഡ് 35 ബോയ്സ്, ടോട്ടൽ 60 സ്റ്റുഡൻസ്. നെക്സ്റ്റ് ബൈസൈക്കിളിൽ 15 ഗേൾസ് ആൻഡ് 25 ബോയ്സ്, ടോട്ടൽ 40 സ്റ്റുഡൻസ്. നെക്സ്റ്റ് നടന്നു വരുന്നത് 45 ഗേൾസ് ആൻഡ് 20 ബോയ്സ്, ടോട്ടൽ 65 സ്റ്റുഡൻസ് നടന്നു വരുന്നത് അല്ലേ. ഓക്കെ, യൂസിങ് ദിസ് ടേബിൾ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്താനാണ്. ഹൗ മെനി ഗേൾസ് ആർ സ്റ്റഡിങ് ഇൻ ദ സ്കൂൾ? സ്കൂളിൽ പഠിക്കുന്ന മൊത്തം പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇതൊക്കെ കൂട്ടി നോക്കുക. ഗേൾസ് ടോട്ടൽ ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 225 ആണല്ലേ. ഹൗ മെനി ബോയ്സ്? ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുക, എത്ര തന്നെയാണ്? 225 തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ്, ഹൗ മെനി ചിൽഡ്രൻ വാക്ക് ടു സ്കൂൾ? എത്ര കുട്ടികളാണ് നടന്നു വരുന്നത്? വരുന്ന കുട്ടികൾ എത്രയാണുള്ളത്? ടോട്ടൽ 65 ആണല്ലേ. നെക്സ്റ്റ്, റൈറ്റ് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡ് ദെയർ ആൻസേഴ്സ്. ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിട്ട് ആൻസർ ഉത്തരം കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹൗ മെനി സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇൻ ദ സ്കൂൾ? എത്ര കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്? എത്രയാണ്? ടോട്ടൽ 225 + 225, 450 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത് അല്ലേ. നെക്സ്റ്റ്, ഹൗ മെനി ഗേൾസ് കം ടു സ്കൂൾ ഇൻ ബൈസൈക്കിൾ? എത്ര പെൺകുട്ടികളാണ് സ്കൂളിൽ ബൈസൈക്കിളിൽ വരുന്നത്? എത്രയാണ്? 25 അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, മേക്ക് എ ടേബിൾ. ഇതുപോലുള്ള ടേബിൾ ഉണ്ടാക്കാനാണ്. ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ദേ കം ടു സ്കൂൾ യൂസിങ് ദീസ് ഡീറ്റെയിൽസ്. മേക്ക് എ ടേബിൾ ഇൻ യുവർ നോട്ട്ബുക്ക്. അതായത് ചെല്ലക്കാട് സ്കൂളിലുള്ള കുട്ടികൾ വരുന്ന മോഡ് ഓഫ് കൺവീനിയൻസ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികളും എങ്ങനെയാണ് വരുന്നത് ചോദിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇതുപോലുള്ള ഒരു ടേബിൾ നോട്ട്ബുക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ്, ട്രീ എ ട്രീറ്റ്. മരം ഒരു മരം. സീ ദിസ് പിക്ചർ. ഈ ചിത്രം നോക്കൂ. റൈറ്റ് ഡൗൺ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പിക്ചർ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് എന്താണ് ഒരു പ്രോഗ്രാം അല്ലേ, ട്രീ എ ട്രീറ്റ് എന്ന പ്രോഗ്രാം വഴി ഓരോ വീടുകളിലേക്കും കൊടുക്കാനുള്ള വൃക്ഷത്തൈകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. ദ പിക്ചർ ഷോസ് എ കമ്മ്യൂണിറ്റി പ്രോഗ്രാം കോൾഡ് എ ട്രീറ്റ് പ്രോഗ്രാം ബൈ ദ ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വിച്ച് എയിംസ് ടു പ്രൊവൈഡ് എ ട്രീ ഫോർ എവരി ഹോം. ഫ്രം വേർ ഡിഡ് സീഡ്ലിങ്സ് യൂഷ്വലി ഗെറ്റ്? നിങ്ങൾക്ക് സാധാരണയായിട്ട് ഇതുപോലുള്ള സീഡ്ലിങ്സ് വൃക്ഷത്തൈകൾ കിട്ടുന്ന എവിടെ നിന്നാണ്? കൃഷിഭവൻ എന്നാണ് അല്ലേ. പിന്നെ നഴ്സറിയിൽ നിന്ന് കിട്ടും. പിന്നെ ഇതുപോലുള്ള പഞ്ചായത്ത് ഓഫീസിൽ നിന്നൊക്കെ ചില പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിലൊക്കെ കിട്ടാറുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സീഡ്ലിങ്സ് യു ഹാവ് പ്ലാന്റഡ് ആൻഡ് ഗ്രോൺ. നിങ്ങൾ നട്ടു വളർത്തിയ സീഡ്ലിങ്സിൻ്റെ ചെടികളുടെ പേര് എഴുതാനാണ്. ഞാൻ മാംഗോ ട്രീ, പപ്പായ, പീ, ചില്ലി എക്സെട്ര. നിങ്ങൾ നട്ടു വളർത്തിയ ചെടികളുടെ പേര് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, ദ ടേബിൾ ഷോസ് ദ സീഡ്ലിങ്സ് ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യഘട്ടമായിട്ട് ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് കൊടുത്ത സീഡ്ലിങ്സിൻ്റെ ചെടികളുടെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡ്രോ ഐക്കൺസ് ഈച്ച് ഡിനോട്ടിങ് 10 സീഡ്ലിംഗ്. ഈ ഓരോ ഐക്കണും 10 സീഡ്ലിങ്സ് ചെടികളെയാണ് സൂചിപ്പിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ അതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ മാംഗോ ട്രീ എത്ര എണ്ണമായിരിക്കും ഉള്ളത്? ഒരു ഐക്കൺ, അതായത് ഒരു ചെടിയുടെ സിമ്പിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 10 നമ്പേഴ്സ്, 10 ചെടികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഐക്കൺസാണ് ഉള്ളത്? 11 നമ്പറാണ് ഉള്ളത് അല്ലേ. 11 ഐക്കണാണ് ഉള്ളത്. അപ്പോൾ 11 × 10 ആണ് നമ്പർ. അപ്പോൾ 11 × 10 എത്രയാണ്? 110 ആണ്. നെക്സ്റ്റ്, ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവ് മരം എത്രയാണ് ഉള്ളത്? 80 നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ 80 നമ്പേഴ്സ് ആകുമ്പോൾ എത്ര ഐക്കൺ മാത്രമേ വരക്കേണ്ടതുള്ളൂ? 8 നമ്പേഴ്സ് മാത്രമേ വരക്കേണ്ടതുള്ളൂ. ഇനി തേക്ക് മരം 50 നമ്പേഴ്സാണുള്ളത്. അപ്പം എത്രയാണ്? 5 ഐക്കൺ മാത്രമേ വരക്കേണ്ടതുള്ളൂ അല്ലേ. 5 × 10 ആണ് ഇവിടെ നമ്പർ പറയുന്നത്. അപ്പം 5 ഐക്കൺസ് മാത്രമേ വരക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ്, ഗോൾഡൻ ഷവർ കണിക്കൊന്ന 60 നമ്പേഴ്സാണ്. അപ്പോൾ 6 ഐക്കൺ വരക്കുക. നെക്സ്റ്റ്, താമരന്ത് ട്രീ, പുളിമരം എത്ര ഐക്കണാണ് സീഡ്ലിങ്സാണ് ഉള്ളത്? 12 അല്ലേ. അപ്പോൾ 12 × 10 120 നമ്പേഴ്സാണ്. നെക്സ്റ്റ്, സപ്പോട്ട 10 നമ്പേഴ്സാണ്. എത്ര ചെടി മാത്രമേ വരക്കേണ്ടതുള്ളൂ? 1 നമ്പർ മാത്രമേ വരക്കേണ്ടതുള്ളൂ. ആൻസർ ദീസ് ക്വസ്റ്റ്യൻ യൂസിങ് ദ ടേബിൾ. ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന് ഉത്തരം കണ്ടെത്തുക. വിച്ച് സീഡ്ലിംഗ് ഈസ് ദ മോസ്റ്റ് നമ്പർ? കൂടുതലുള്ള ചെടി ഏതാണ്? താമരന്ത് ട്രീ അല്ലേ, 120 ഉണ്ട് അല്ലേ. നെക്സ്റ്റ്, ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സീഡ്ലിങ്സ് ആർ ദർ? എത്ര ജാക്ക് ഫ്രൂട്ട് സീഡ്ലിംഗ് ആണ് ഇവിടെ ഉള്ളത്? എത്രയാണുള്ളത്? 80 അല്ലേ, 80. ഫൈൻഡ് ഔട്ട് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്. റൈറ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉണ്ടാക്കിയിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, ക്വിസ് കോമ്പറ്റീഷൻ. ദ ചാർട്ട് ബിലോ ഷോസ് ദ സ്കോർസ് ഓഫ് ദ ചിൽഡ്രൻ ഹൂ ടുക്ക് പാർട്ട് ഇൻ ദ മാത്ത് ക്വിസ് കോമ്പറ്റീഷൻ അറ്റ് ചെല്ലക്കാട് സ്കൂൾ. ചെല്ലക്കാട് സ്കൂളിലെ കുട്ടികൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത മാർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സീരിയൽ നമ്പർ 1 ഫസ്റ്റ് ആരാണ്? അയാനല്ലേ. അയാന് എത്ര പോയിൻ്റാണ് കിട്ടിയത്? അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന സിമ്പിൾ എങ്ങനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? 4 വെർട്ടിക്കൽ ലൈൻസ് ആൻഡ്
എ ലൈൻ അക്രോസ് ഡൗൺ ലൈക്ക് ദിസ് മീൻ 5 പോയിൻറ്റ്സ്. അതായത് ഇങ്ങനെ 4 കുത്തനെയുള്ള വരകളും ഒരു ക്രോസ് ആയിട്ടുള്ള വരയും കാണിച്ചു കഴിഞ്ഞാൽ അത് 5 പോയിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അയൺ എത്ര പോയിൻ്റ് ആയിരിക്കും? 5. ഇത് 5 ആണ്. ഇനി പിന്നെ എക്സ്ട്രാ 2 ഉണ്ട് അല്ലേ? 5ഉം 2ഉം എത്രയാണ്? 7 അല്ലേ? നെക്സ്റ്റ് രൂപക്ക് എത്രയാണ്? 5 + 5 + 1 അല്ലേ? അപ്പോൾ 11. നെക്സ്റ്റ് ജാനിക്ക് ഒരു 5ഉം പിന്നെ എത്ര ലൂസായിട്ട് 4ഉം ഉണ്ട് അല്ലേ? അപ്പോൾ 5 + 4 9 ആണല്ലേ? നെക്സ്റ്റ് അനസ് 2 5ഉം 4ഉം അപ്പോൾ എത്രയാണ്? 14 ആണ്. അമൃതിന് 3 ആണല്ലേ? നെക്സ്റ്റ് ഗോപു 22 ആണ്. നെക്സ്റ്റ് നയൻ എത്രയാണ്? 3 5ഉം 1ഉം അപ്പോൾ എത്രയാണ്? 16 അല്ലേ? നെക്സ്റ്റ് കൃപ 5 + 2 7. നെക്സ്റ്റ് ജിയ 5 + 4 9. കരണ് 3 5 അപ്പോൾ 15 + 3 18 ആണ്. ജിൻഷിക്ക് 2 5 10 ആണ്. നെക്സ്റ്റ് സനു 1 5 + 1 അപ്പോൾ എത്രയാണ്? 6. സീ ദ ചാർട്ട്. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ പോയിൻറ്റ്സ് ഓഫ് ഈച്ച്? നിങ്ങൾ ഈ ചാർട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് പോയിന്റ് കണ്ടെത്തിയത്? റൈറ്റ് ഡൗൺ വാട്ട് യു ഫൗണ്ട് ഔട്ട്. നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? അതായത് കുത്തനെയുള്ള 4 വരകളും ഒരു ക്രോസുള്ള വരയും കൂടിക്കഴിഞ്ഞാൽ 5 പോയിൻ്റ് ആണല്ലേ? ആസ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇമേജ് 4 വെർട്ടിക്കൽ ലൈൻസ് ആൻഡ് എ ലൈൻ അക്രോസ് മീൻസ് 5 പോയിൻറ്റ്സ്. 5 പോയിൻ്റ് ആണ്. ദ റിമൈനിങ് വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് സിംഗിൾ പോയിൻറ്റ്സ്. ബാക്കിയുള്ള വെർട്ടിക്കൽ ലൈൻസ് ഓരോ പോയിൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ദ ടോട്ടൽ പോയിൻറ്റ്സ് ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ് ആർ calculated by counting in groups of 5 and then adding the remaining ones. അപ്പോൾ ടോട്ടൽ പോയിന്റ് എങ്ങനെയാണ് കാണുന്നത്? ഇതുപോലുള്ള 5ഉം പിന്നെ റിമൈനിങ് ആയിട്ടുള്ള 1സും കൂടിയിട്ട് ടോട്ടൽ ചെയ്തിട്ടാണ് ടോട്ടൽ പോയിന്റ് കാണുന്നത് അല്ലേ? ഓക്കെ, അതാണ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, ഇനി ഇതനുസരിച്ച് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അയന് എത്ര പോയിൻ്റാണ് കിട്ടിയത്? 7 അല്ലേ? നെക്സ്റ്റ് രൂപക്ക് 11 പോയിൻ്റ് ആണ്. ജാനി 9. നെക്സ്റ്റ് അനസിന് 14. അമൃത് 5 പോയിൻറ്റ്. ഗോപുവിന് 22. നെക്സ്റ്റ് നയന് 16 പോയിൻറ്റ്. കൃപ 7 പോയിൻറ്റ്. ജീവ 9 പോയിൻറ്റ്. കരണ് 18 പോയിൻറ്റ്. ജിഷി 10 പോയിൻറ്റ്. സനു 6 പോയിൻറ്റ്. ഹൂ ഗോട്ട് മോസ്റ്റ് പോയിൻറ്റ്? ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത്? ഗോപുവിനാണ് അല്ലേ? ഹൗ മെനി പോയിൻറ്റ്സ് എത്രയാണ് ഗോപുവിന് കിട്ടിയത്? 22 പോയിൻ്റ് ആണ് ഗോപുവിന് കിട്ടിയത് അല്ലേ? നെക്സ്റ്റ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് പോയിന്റ്. ഇതുപോലെ പോയിന്റ് കണ്ടെത്താനാണ്. 3 children from Chellakad Government LP School participated in the sub-district mathematics quiz competition quiz program. The points each got is shown by tally mark. Find out the actual points and write in the table. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ 3 കുട്ടികൾ സബ് ഡിസ്ട്രിക്ട് മാത്തമാറ്റിക് ക്വിസ് പ്രോഗ്രാമിന് പങ്കെടുത്തു. അപ്പോൾ അവരുടെ പോയിന്റ് ഇവിടെ ടാലി മാർക്ക്, അതായത് ടാലി മാർക്ക് എന്നാൽ നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞത് തന്നെയാണ്, ഇതുപോലെ കാണിക്കുന്നതാണ്. ടാലി മാർക്കിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് കണ്ടെത്താനാണ്. കരണ് എത്ര പോയിൻ്റാണ്? 2 5ഉം പിന്നെ എത്ര ഉള്ളത്? റിമൈനിങ് 4 1s അല്ലേ? അപ്പം 2 5 + 4 എത്രയാണ്? 10 + 4 14 അല്ലേ? നെക്സ്റ്റ് നയന് 3 5 ആണ്. അപ്പോൾ 3 5 എത്രയാണ്? 3 പ്രാവശ്യം 5 കൂട്ടിക്കഴിഞ്ഞാൽ 15 ആണല്ലേ? നെക്സ്റ്റ് ഗോപുവിന് 3 5 + 3 15 + 3 18 ആണല്ലേ? നെക്സ്റ്റ്, ആസ് പാർട്ട് ഓഫ് റിനോവേറ്റിംഗ് ദ ലൈബ്രറി ഓഫ് ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂൾ, ദ മെമ്പേഴ്സ് ഓഫ് ദ PTA സ്പ്ലിറ്റ് ഇൻ ടു 6 ഗ്രൂപ്പ്സ് ആൻഡ് കളക്റ്റഡ് ബുക്സ്. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ ലൈബ്രറി റിനോവേഷൻ്റെ ഭാഗമായിട്ട് PTA മെമ്പേഴ്സ് 6 ഗ്രൂപ്പായിട്ട് പുസ്തകങ്ങൾ കളക്ട് ചെയ്തു. സി ഹൗ ദ നമ്പർ ഓഫ് ബുക്ക് ഈസ് ഷോൺ ഇൻ ദ ടേബിൾ ബിലോ. 1 ബുക്ക് ഐക്കൺ ഡിനോട്ട്സ് 10 ബുക്സ്. ഇവിടെ ഒരു ബുക്കിൻ്റെ ഐക്കൺ സൂചിപ്പിക്കുന്നത് 10 ബുക്കുകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം 6 ഗ്രൂപ്പുകളും കളക്ട് ചെയ്ത ബുക്കിൻ്റെ എണ്ണമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എത്രയാണ് കളക്ട് ചെയ്തത്? ഇവിടെ എത്രയാണുള്ളത്? 4 നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 4 × 10 എത്രയായിരിക്കും? 4 × 10 ആണ്. അതായത് ഒരു ബുക്ക് 10 എണ്ണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4 × 10 40 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് എത്രയായിരിക്കും? 5 × 10 50. നെക്സ്റ്റ് തേർഡ് ഗ്രൂപ്പ് 7 × 10 70. നെക്സ്റ്റ് 6 × 10 60. നെക്സ്റ്റ് 5 × 10 50. നെക്സ്റ്റ് സിക്സ്ത് ഗ്രൂപ്പ് എത്ര കളക്ട് ചെയ്തത്? 8 ഐക്കൺ ഉണ്ട് അല്ലേ? അപ്പോൾ 8 × 10 80 ബുക്സാണ് കളക്ട് ചെയ്തത്. ഇനി ഈ ടേബിൾ വെച്ചിട്ട് ഈ ക്വസ്റ്റിന് ആൻസർ കണ്ടെത്തുക. ഹൗ മെനി ബുക്സ് മോർ വെർ കളക്റ്റഡ് ബൈ ദ 6th ഗ്രൂപ്പ് ദാൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ്? ഫസ്റ്റ് ഗ്രൂപ്പിനേക്കാളും എത്ര കൂടുതലാണ് 6th ഗ്രൂപ്പ് കളക്ട് ചെയ്തത്? ഫസ്റ്റ് ഗ്രൂപ്പ് 40 ആണ്. 6th ഗ്രൂപ്പ് എത്രയാണ്? 80 ആണല്ലേ? അപ്പോൾ എത്രയാണ് കൂടുതൽ വരുന്നത്? 40നേക്കാളും എത്ര കൂടുതലാണ്? 80 40 അല്ലേ? അപ്പോൾ 40 ബുക്സാണ് കൂടുതൽ വരുന്നത്. വിച്ച് ഗ്രൂപ്പ്സ് കളക്റ്റഡ് ദ സെയിം നമ്പർ ഓഫ് ബുക്സ്? ഏതൊക്കെ ഗ്രൂപ്പാണ് ഒരേ എണ്ണം ബുക്സ് കളക്ട് ചെയ്തത്? സെക്കൻഡ് ഗ്രൂപ്പ് ആൻഡ് ഫിഫ്ത്ത് ഗ്രൂപ്പ് അല്ലേ? 50 നമ്പേഴ്സാണ് 2 ഗ്രൂപ്പും കളക്ട് ചെയ്തത് അല്ലേ? നെക്സ്റ്റ്, ഹൗ മെനി മോർ ബുക്സ് ഷുഡ് ദ സെക്കൻഡ് ഗ്രൂപ്പ് കളക്ട് ടു ഈക്വലൈസ് തേർഡ് ഗ്രൂപ്പ്?
സെക്കൻഡ് ഗ്രൂപ്പ് അതായത് തേർഡ് ഗ്രൂപ്പ് കളക്ട് ചെയ്ത ബുക്സിനെ ഈക്വലൈസ് ചെയ്യാൻ ഒരുപോലെ ആക്കാൻ വേണ്ടി സെക്കൻഡ് ഗ്രൂപ്പ് എത്ര ബുക്കാണ് ഇനി കളക്ട് ചെയ്യേണ്ടത്? 20 ബുക്സ് അല്ലേ. നെക്സ്റ്റ് ഹൗ മെനി ബുക്സ് വർ കളക്റ്റഡ് ഇൻ ഓൾ, മൊത്തം കളക്ട് ചെയ്ത ബുക്സ് എത്രയാണ്? എല്ലാം ടോട്ടൽ ചെയ്യുക, എത്രയാണ് കിട്ടുക? 350 ബുക്സ് ആണ് കളക്ട് ചെയ്തത് അല്ലേ. ഓക്കെ 4th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ലാസ്റ്റ് ലെസൺ ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മുതലുള്ള യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 11 വരെയുള്ള കംപ്ലീറ്റ് ലെസൺസും ക്ലാസ് 4 മാത്സ് ഇംഗ്ലീഷ് മീഡിയം എന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.